ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ. ഞാൻ മുണ്ടൂർ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ 2022 സെപ്റ്റംബറിലായിരുന്നു ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. ഇന്ത്യയിൽ തന്നെ അക്സെപ്റ്റൻസ് റേറ്റ് ഏറ്റവും കുറവുള്ള IIM-ൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നത്. അതിനുവേണ്ടി എനിക്ക് ഒരു ഉയർന്ന CAT സ്കോർ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നു, പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ തിരിച്ചു പോയി തീർത്ഥാടക ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തു. ഓൺലൈനായി എടുത്ത് ഞാൻ ഉടമ്പടി പാലിച്ചു പോന്നിരുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി എനിക്ക് IIM-ൽ നല്ല ഉയർന്ന CAT സ്കോറോടുകൂടി IIM-ൽ അഡ്മിഷൻ ലഭിച്ചു. അതിനുശേഷം എൻ്റെ അഹങ്കാരം കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അത് പിന്നെ പാലിച്ചു പോകാതിരുന്നിരുന്നു. അങ്ങനെ IIM-ൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പ്ലേസ്മെൻ്റൊക്കെ കിട്ടും എന്നാണ് എല്ലാവരും പറയാറ്. ഞാൻ ഏകദേശം ഒരു 25ഓളം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. എന്നാൽ എനിക്ക് പ്ലേസ്മെൻറ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി ഞാൻ പാലിച്ചിരുന്നു. എന്നാൽ അതൊരു പ്രോസസ്സ് പോലെയായിരുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, അത് കഴിഞ്ഞ് ബൈബിൾ വായിക്കും, അരമണിക്കൂറോളം ബൈബിൾ വായിക്കും. എന്നാൽ അത്രത്തോളം വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കേട്ടു. അതിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, വിശ്വസ്തതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫിഡിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫെയ്ത്ത് എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതിനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അന്നോട്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ 100% മാതാവിന് കൊടുക്കും. ഈശോയിനെ ഏറ്റുപറയുന്നവരെ ഈശോയും ഏറ്റുപറയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാനും സാധിച്ചിരുന്നു. അച്ഛൻ തലയിൽ കുരിശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വെഞ്ചരിച്ച കാശുരൂപം തരികയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഓഗസ്റ്റിലായിരുന്നു ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നത്. അതിനു മുന്നേ ഞാൻ 25ഓളം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്കൊന്നിലും പ്ലേസ്ഡ് ആയിരുന്നില്ല. അതിനുശേഷം അച്ഛൻ്റെ വെഞ്ചരിച്ച കാശുരൂപവും വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപ്പിട്ട്, ഞാൻ ഓൺലൈനായിട്ടായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഉപ്പിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി എനിക്ക് അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാൻ സാധിച്ചു. എനിക്കിത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് മനസ്സിലായത്, ഈശോയെ ഏറ്റുപറയുന്നവരെ ഈശോയും ഏറ്റുപറയുന്നതാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റലിലും പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കൊടുക്കുമായിരുന്നു. അതുകൂടാതെ കാരുണ്യപ്രവൃത്തിയായിട്ട് അടുത്തുള്ള അനാഥ മന്ദിരത്തിലും വൃദ്ധസദനത്തിലും പോയി സഹായിക്കും, എന്നെക്കൊണ്ട് പറ്റുന്നത് സഹായിക്കും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിത്യേനയുള്ള വസ്തുക്കൾ കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയതയിൽ കുറച്ചും കൂടെ വളരാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഉടമ്പടിയിലൊരു നിയോഗമായിരുന്നു പരിശുദ്ധാത്മാവിന് നൽകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഭയങ്കര എനർജി കിട്ടാൻ തുടങ്ങി. അതായത് അതുവരെ ഇൻ്റർവ്യൂവിൽ ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിലും പിന്നെ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇത്രയാണ് എനിക്ക് എൻ്റെ ആത്മീയതയിൽ എനിക്ക് വളർന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. സങ്കീർത്തനങ്ങൾ 75:1. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. സ്നേഹ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ ദൈവാനുഭവത്തെ, അനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ ഏറെ നാൾ നമ്മൾ പരിശ്രമിച്ചിട്ടും നമുക്കത് അനുഗ്രഹത്തിന് വഴി തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. ഉടമ്പടി കേവലം ഒരു കാര്യമായി നാം നടത്തിക്കൊണ്ടു പോവുകയാണോ? അത് ഉടമ്പടിക്ക് എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ ആഭിമുഖ്യങ്ങളെയും പൂർണ്ണമായി ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഞാൻ വെറുതെ പറയുമ്പോഴുള്ള വിശ്വാസം മാത്രമേ ഈശോയിലുള്ളൂ? അതോ ഈശോയിൽ ശരണപ്പെട്ട് ഞാൻ അറിഞ്ഞ് സ്നേഹത്തോടുകൂടി ബോധ്യത്തോടുകൂടി ഈശോയിൽ എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് ഉടമ്പടിയിലൂടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ഞാൻ മറുതലിക്കാതെ, തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാതെ എളിമയോടുകൂടി അത് നിർവഹിക്കുന്നതിന് എപ്പോഴും ഞാൻ തയ്യാറാകുന്നുണ്ടോ? എങ്കിൽ അനുഗ്രഹം നമ്മുടെ അരികിലുണ്ട്. പ്രിയമുള്ളവരെ, മകളുടെ ആ ജോലി പ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു മേഖല,
അത് തുറക്കപ്പെടാതെ കിടന്നപ്പോൾ മകളത് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒന്ന് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുന്നു, രണ്ടാമത്തത് ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൾ ടോക്കൺ എടുത്ത് മുട്ടുകുത്തി എന്നുള്ളതാണ്. ഈ ആലയത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന വ്യാഴവും ഞായറും ഒഴികെ മറ്റ്5 ദിവസവും ഈ ആലയത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ജോസഫ് അച്ഛൻ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളുടെ മേൽ വ്യക്തികൾക്ക് വേണ്ടി, വ്യക്തികളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നത്. ഇനി അച്ഛൻ്റെ ഈ കൈവയ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് 2-3 ഡിസ്പോസിഷൻ, നമ്മുടെ താല്പര്യങ്ങൾ നമുക്കുണ്ടാവണം. അതിലാദ്യത്തത്, നമ്മൾ വിശുദ്ധ കുർബാന കൂടുന്നവരാകണം, കുമ്പസാരിച്ച് ആത്മാവിനെ ശുദ്ധീകരിച്ചവരാകണം, ദൈവത്തിൽ വിശ്വാസമുള്ളവരാകണം. അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഒരു നിയോഗം കൊടുത്താൽ അത് നമുക്ക് അനുഗ്രഹമാകുമെന്ന്, നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുമെന്ന് ഉറച്ച് ഉള്ളിൽ വിശ്വസിക്കുന്നവരാകണം. വെറുതെ വന്ന് മുട്ടുകുത്തിയത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അച്ഛനച്ഛൻ്റെ ആത്മീയ ബലത്തിൽ നാളിതുവരെയുള്ള തൻ്റെ പ്രാർത്ഥനാരൂപിയിൽ അമ്മയുടെ അരികിലും ഈശോയുടെ അരികിലും പ്രാർത്ഥിച്ച് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച്, നിയോഗങ്ങൾ സമർപ്പിച്ച് അമ്മയോട് പറയുമ്പോൾ, അത് കാനായിലെ വിവാഹവിരുന്നിൽ അത് ശിഷ്യരോട് പറഞ്ഞ് അവിടെ വെള്ളം വീണായതുപോലെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകൾ അനുഗ്രഹങ്ങളാകുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഇവിടെ അച്ഛൻ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സൈത്യപൂശി ബലപ്പെടുത്തുമ്പോൾ, കുരിശുരൂപം തന്ന നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകുന്നതിന് നമ്മൾ അതിനെ സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരുക്കത്തോടു കൂടി ഇവിടെ വന്ന് മുട്ടുകുത്തുവാൻ തയ്യാറുള്ളവരാകണം. നമ്മളത് അറിഞ്ഞുകൊണ്ട് ആഗ്രഹത്തോടെ വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്ത് ഇവിടെ മുട്ടുകുത്തിയാൽ അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും, എത്ര ഗൗരവമുള്ള വിഷയത്തിലും, എത്ര നാളായി നമുക്ക് നടക്കാത്ത പ്രശ്നത്തിലും നമുക്കത് പരിഹാരമാകുന്നതിന്, തീരുമാനമാകുന്നതിന് ദൈവം ഇടപെടുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അച്ഛനെ കാണുക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. ഒന്ന്, ജീവിത വിഷയങ്ങൾ ഗൗരവമുള്ളതാവണം, അതിന് തത്തുല്യമായ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഉടമ്പടി നമ്മൾ വൃത്തിയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നവരാകണം. അതുകൊണ്ട് ഈ ആലയത്തിൽ നിങ്ങളെപ്പോഴും ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ സഹായിക്കുവാൻ കാത്തിരിപ്പുണ്ട്. നമ്മൾ നമ്മുടെ ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുമ്പോൾ വലിയ ദൈവാനുഭവങ്ങൾ സമയച്ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, ജീവിതം തന്നെ മാറിപ്പോകുന്നത്, കൂടുതൽ മേൽഗതിയിലേക്ക്, സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് അമ്മ മാതാവ് കൈപിടിച്ചുയർത്തുന്നത് അനുഭവിക്കുവാനാവും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഒരുക്കത്തോടുകൂടി അച്ഛനെ കാണുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.